ഹലോ, വെൽക്കം ബാക്ക്. ഞാൻ അൽ ഹസൻ. ഡേ 9 നമ്മുടെ 10 ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഫയൽ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെയായിരുന്നു. അത് ഒരു ലെങ്തി ആയിട്ടുള്ള ടോപ്പിക്കായിട്ടാണ് നമ്മൾ വീഡിയോയും ചെയ്തിട്ടുള്ളത്. സോ അതേ ടോപ്പിക്കിൽ നിന്ന് ബേസ് ചെയ്തുകൊണ്ടുള്ള അടുത്ത ഒരു 10 ചോദ്യങ്ങൾ കൂടി നോക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ആദ്യത്തെ മൊഡ്യൂൾ ഹാൻഡ് ടൂൾസ് എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂൾ അവസാനിപ്പിക്കാം. ഓക്കെ, വെൽഡർ ട്രേഡുകാരെ സംബന്ധിച്ചുകൊണ്ട് അപ്പോൾ നോക്കാം. 81ാമത്തെ ചോദ്യം എന്താണ്? പാരലൽ ത്രൂങ് ഔട്ട് ദ ലെങ്ത്. അത് ആ വീഡിയോയിൽ പ്രത്യേകം ഞാൻ വരച്ച് കാണിച്ചിട്ടായിരുന്നു. എന്താണ്, കമ്പയർ ചെയ്തിട്ടുള്ള മറ്റു ഫയലാകുമ്പോഴത്തേക്കിനും അതിൻ്റെ ലെങ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2ൽ 1 ഭാഗം ടാപ്പേഡ് ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുള്ള ഹാൻഡ് ഫയലോ ഫുള്ളായിട്ട് പാരലലായിരിക്കും. ഓക്കെ, 82ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഫയലിംഗ് സ്ക്വയർ ഹോൾസ് ആൻഡ് കോർണേഴ്സ് എന്നുള്ളതാണ്. 83ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഹാഫ് റൗണ്ട് ഫയലാണ്. 84ാമത്തേത് ഷാർപ്പ് ട്രയാങ്കുലർ ക്രോസ് സെക്ഷനാണ്. ഓപ്ഷൻ ഡി ആണ്. അടുത്ത് 85ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അതിൻ്റെ ഫേസ് ഡബിൾ കട്ടാണ്, അതിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത് സിംഗിൾ കട്ടാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ടേം ഓഫ് കട്ടിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നതെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് തൽക്കാലം ഡബിൾ കട്ട് ഒള്ളി എന്ന് പറയാം. ആ ചോദ്യത്തിൽ ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. ബോത്ത് സിംഗിൾ കട്ട് ആൻഡ് ഡബിൾ കട്ട് എന്ന് എഡ്ജിൻ്റെ കാര്യം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. കട്ട് പ്രധാനമായിട്ട് വരുന്നത് ഫേസിൻ്റെ അടിസ്ഥാനത്തിൽ ഫേസിൽ വരുന്ന കട്ടാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡബിൾ കട്ടും ഒള്ളി ആയിരിക്കാം അതിൻ്റെ ആൻസറായിട്ട് വരുന്നുണ്ടാവും. ആൻസർ കീയിൽ അതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ, ഡബിൾ കട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം എക്സ്പെക്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം കട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന സമയത്ത് പിന്നെ റാസ്പ് കട്ട്, കർവ്ഡ് കട്ട് അങ്ങനെയുള്ള ഫയൽസുകളെ കയറി വരാറുള്ളൂ. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്തേക്കാം ഈ ചോദ്യം. അത് ഞാൻ ജസ്റ്റ് അപ്പോൾ എടുത്ത് ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നോക്കിയപ്പോൾ അതിനകത്തൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഫീൽ ചെയ്തു. 86ാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്രിവെൻറ്റ് ഓൾ ടീത്ത് ഫ്രം കട്ടിങ് സിമുലേറ്റൻസ്ലി, അതാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. 87ാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ആൾറെഡി റൈറ്റ് ആംഗിൾ ഫിനിഷ്ഡ് ആയിട്ടുള്ള സർഫസ് ആയിൽ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ ബി ആണ്, ഫയലിംഗ് അറ്റ് റൈറ്റ് ആംഗിൾ ടു ഫിനിഷ്ഡ് സർഫസ്. ഓക്കെ, 88ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ബ്രാസ് ഓർ കോപ്പറാണ്. ഓപ്ഷൻ സി ആണ് കേട്ടോ. 89ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് പിന്നിങ് എന്നാണ് പറയുന്നത്, പിന്നിങ്. 90ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം യൂസർ ഫോർ ആക്യുറേറ്റ് സൈസിങ് വിത്ത് എ ഹൈ ഡിഗ്രി ഫിനിഷ്, ഹൈ ഫിനിഷ്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇതോട് കൂടിയിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട ആ ഒരു മൊഡ്യൂളിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി ഡേ 10 നമ്മൾ ഈ എല്ലാ മൊഡ്യൂളുകളെയും ബേസ് ചെയ്തുകൊണ്ടുള്ള 10 ചോദ്യങ്ങളായിരിക്കും ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, താങ്ക് യു.